പൊതുശൗചാലയം ഒരു നാടിന്റെ അടിസ്ഥാന വികസനത്തിൽ ഉൾപ്പെടുന്നതാണ്. പൊതുശൗചാലയങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ് ഗുരുതര വിഷയവുമാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ ഒരു ശുചിമുറി വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പലതവണ പരാതിയുമായി എത്തിയിട്ടും ആവശ്യം പരിഗണിക്കപ്പെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 1000-ലധികം പേർ ദിനംപ്രതി വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ഥലമാണ്. കോടതിയും പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെ നിരവധി സർക്കാർ കെട്ടിടങ്ങളുണ്ട്. എന്നാൽ പൊതുജനം നഗരത്തിലേക്ക് ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? നോക്കാം. കുടുംബ കോടതി, ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി അടക്കം 10-ലധികം കോടതികൾ, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ, അങ്ങനെ പൊതുജനങ്ങൾ നിരന്തരം വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന നിരവധി കെട്ടിടങ്ങളുണ്ട്. ഒഴിവാക്കാൻ പറ്റാത്ത നഗരത്തിന്റെ പ്രധാന ഭാഗം കൂടിയാണ്. രാവിലെ ഇങ്ങനെ വന്നാൽ വെള്ളം കുടിക്കൂല, ചോറ് കഴിക്കൂല, ഇങ്ങനെ 5 മണി വരെ ഇവിടെ ഇങ്ങനെ നിൽക്കും. ഞാൻ ഇറങ്ങൂല. ഞാൻ ഇവിടെ ഇറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആണുങ്ങൾ ഇവിടെ. ഇന്നലെ തന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ വന്നിരുന്നു മൂത്രം ഒഴിക്കാൻ. നാട്ടുകാരുടെ മൂത്രശങ്ക പോലും പരിഹരിക്കാൻ ഇവിടെ സൗകര്യങ്ങളില്ല. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയാണ് വ്യാപാരികൾ താൽക്കാലികമായി ഉപയോഗിക്കുന്നത്. എന്നാൽ അതല്ല പരിഹാരമെന്നും നാട്ടുകാർ പറയുന്നു. പ്രത്യേകിച്ച് വിശിഷ്യ സ്ത്രീകൾ ഇവിടെ വന്നു പോകുന്നത് പലതരത്തിൽ ഈ പരിസരത്തൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കാഴ്ചകൾ തന്നെ ആ രീതിയിൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഞാനിവിടെ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. 10-25 വർഷമായി നമ്മളിത് കാണുന്നതാണ്. വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷമാണ്. ഇവിടെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് ബാത്റൂം ഒന്നുമില്ല, ഇതിൽ വെളിക്കിറങ്ങാൻ ഒന്നിനും ഒക്കില്ല. നിലവിൽ പൊതുജനങ്ങളുടെ ഏക ആശ്രയം ഈ വഴിയോരവും പോലീസ് പിടിച്ചിട്ട വാഹനങ്ങളുടെ മറവുമാണ്. ദുർഗന്ധം കാരണം മൂക്കുപൊത്താതെ അധിക നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല. സർക്കാരിന്റെ തന്നെ ടേക്ക് എ ബ്രേക്ക്, വഴിയിടം, ഷീറ്റ് ടോയ്ലറ്റ് തുടങ്ങിയ പദ്ധതികളൊന്നും ഈ ഭാഗങ്ങളിൽ കൂടി കടന്നുപോയിട്ടില്ല. അടിസ്ഥാന സൗകര്യമില്ലാത്തത് മൂലം ഏറ്റവും കൂടുതൽ വലയുന്നതും സ്ത്രീകളും കുട്ടികളും രോഗികളും അടക്കമുള്ളവരാണ്. അതിപ്പം മഴ ആയതിനെ കൊണ്ടൊന്നും അറിയണില്ല. പക്ഷെ വെയിലായിരിക്കണം. തോടുണ്ടല്ലോ, തോട്ടിൽ നിന്ന് മൂത്രം പോകും പോലെയാണ് പോണത്. ഈ സൈഡിൽ നിന്ന് മൂത്രം ഇവരെങ്ങനെ ഇവിടെ ഇരിക്കണം? അത് ദൈനംദിനം 1000-ഓളം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് വന്നു പോകുന്നത്. അവിടെ ഒരു ശൗചാലയം ഇല്ല എന്ന് പറയുന്നത് വളരെ മോശം കാര്യമാണ്. സ്ത്രീകളെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട്. ജനങ്ങളെ അത് ബാധിക്കുന്ന വിഷയമാണ്. നിരവധി തവണ അത് ഉയർത്തിയിരുന്നു, പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം മാത്രം ശുചിമുറിയിൽ പോകുന്നവരുമുണ്ട് കൂട്ടത്തിൽ. ആറ്റിങ്ങൽ കോർട്ട് കോംപ്ലക്സിലെ അഭിഭാഷകരുടെ കാര്യവും വ്യത്യസ്തമല്ലെന്നും പരാതിയുണ്ട്. 300-ഓളം വരുന്ന അഭിഭാഷകർക്കും മതിയായ ശുചിമുറികളില്ല. പരാതി പറയാൻ തുടങ്ങിയിട്ട് 25 വർഷത്തിലധികമാകുന്നു. പൊതു ശൗചാലയം എന്ന അടിസ്ഥാന ആവശ്യം പരിഹരിക്കപ്പെടണമെന്നുള്ളതാണ് ഇവിടുത്തുകാർ പറയുന്നത്. ക്യാമറമാൻ ജിഷ്ണു സുരേന്ദ്രനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ആറ്റിങ്ങലിലെ ആശങ്ക ചെറുതല്ല. ഇത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഈ വെളിയുടെ വിസർജനമൊക്കെ അവസാനിപ്പിച്ച് അങ്ങനെയുള്ള സാഹചര്യമൊന്നും ഇല്ല എന്നൊക്കെ അഭിമാനം കൊള്ളുന്ന കാലത്താണ് അവിടുത്തെ ആ വഴിയും ആ ഇടവും ഒക്കെ ഇങ്ങനെ അതിനൊക്കെ ഒരു കൊഞ്ഞനം കുത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഇടപെടലുണ്ടാകട്ടെ അടിയന്തരമായി തന്നെ.